ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദ്യൻ നാല് കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്ന്, ആ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ഈ രോഗത്തിന് എന്തൊക്കെ ചികിത്സ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കണം. നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹേതൗ ലിംഗേ പ്രശമനേ രോഗാണാം അപുനർഭവേ എന്നിങ്ങനെ നാല് കാര്യങ്ങളാണ്. ജ്ഞാനം ചതുർവിധം യസ്യ, നാല് വിധത്തിലുള്ള വിജ്ഞാനം രോഗത്തെ സംബന്ധിച്ചുണ്ടാകണമെന്നാണ് നിയമം. ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ചെയ്താൽ കൂടി ഇത് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട്, അതായത് ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അയാളുടെ രോഗത്തിന് വീണ്ടും വളരെ സസെപ്റ്റബിളാണ്, ആ രോഗത്തിന് അടിമയാകാൻ വീണ്ടും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഈ രോഗത്തെ മാത്രം സംബന്ധിക്കുന്ന ചില നിബന്ധനകൾ നമ്മൾ പാലിച്ചേ മതിയാകും. ആദ്യം പറഞ്ഞ പോലെ ഭാരമെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊരു നിയന്ത്രണം വെക്കണം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അരമണിക്കൂർ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്താൽ പിന്നെ ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റ് താഴെയെങ്കിലും കുറച്ച് ദൂരം നടക്കുന്നത് നല്ലതാണ്. കാരണം കൂടുതൽ നേരം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഡിസ്കിന് ഇങ്ങനെ ഒരു കംപ്രഷൻ വരാതിരിക്കാൻ അത് സഹായിക്കും. കൂടാതെ ഈ അരക്കെട്ടിൻ്റെ പേശികൾക്ക് കുറച്ച് നേരത്തേക്കൊരു ചലനം കിട്ടുന്നത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തെയെല്ലാം ഉത്തേജിപ്പിക്കാനും അത് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഭാരം കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞു, ഇടയ്ക്ക് തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഡിസ്കിന് ഏറ്റവും റിലാക്സ് ചെയ്യുന്ന ഡിസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ നമ്മൾ ഒരു ഹാർഡ് ബെഡിൽ മലന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ആ ഹാർഡ് ബെഡിൽ മലന്ന് കിടക്കുന്ന രീതി ഇടയ്ക്കൊരു 10 മിനിറ്റെങ്കിലും ഡേ ടൈമിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മലശോധന വളരെ കൃത്യമായി പരിപാലിച്ച് കൊണ്ടുപോകണം. ശോധനയ്ക്ക് കുറവുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വൻപയർ, കടല, ചിലതരം മാംസാഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ പൊറോട്ട പോലുള്ള ചില ആഹാര സാധനങ്ങൾ ഭക്ഷണത്തിൽ എന്നും ഒഴിവാക്കാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത് ഒഴിവാക്കുന്നതും നല്ലതാണ്. സ്ഥിരമായി ശോധന കുറവുള്ള ആൾക്കാരിൽ ശോധനയ്ക്കായി എന്തെങ്കിലും ഔഷധം കൂടി ദിവസേന സേവിക്കുന്നതിൽ തെറ്റില്ല. അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടി തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഉചിതം. ഉദാഹരണമായി ധാരാളം ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ, അധികം തവിട് കളയാത്ത ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളും അതുപോലെ കൂടുതൽ ഡ്രൈ അല്ലാത്ത, അതായത് കഞ്ഞി പോലുള്ള കൂടുതൽ ഡ്രൈ അല്ലാത്ത ആഹാരം കഴിക്കുന്നതൊക്കെ മലശോധനയെ ക്രമീകരിക്കാൻ സഹായിക്കും. അപ്പോൾ മലശോധനയെ ക്രമീകരിക്കേണ്ടത് ഈ രോഗം വരാതിരിക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം രോഗം ഒരിക്കൽ വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരാതിരിക്കാനുള്ള ഉപായങ്ങൾ കൂടി ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നട്ടെല്ലിന് ഒരു കാലക്രമേണ വലിയൊരു കേടുപാട് ഉണ്ടാകാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കും. പിന്നെ അസ്ഥിക്ക് ഏറ്റവും പോഷണമായത് കാൽഷ്യമാണ്. ഈ കാൽഷ്യം നമുക്ക് ഏറ്റവും നല്ല ഓർഗാനിക് കാൽഷ്യം നമുക്ക് ഭക്ഷണത്തിൽ കൂടി തന്നെ ലഭ്യമാണ്. ഉദാഹരണമായി ഏറ്റവും നല്ല റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് നല്ല രീതിയിൽ കിട്ടുന്ന പശുവിൻ പാലാണ്. അപ്പോൾ ദിവസേന പാൽ ഉപയോഗിക്കുന്നത് അസ്ഥിയുടെ പോഷണത്തിൽ നല്ലതാണ്. പ്രത്യേകിച്ചും പ്രായമായവരിൽ പാൽ ഉപയോഗിക്കാൻ തന്നെ നിർബന്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന പോലെ തന്നെ പ്രായമായവരിലും പാലൊരു ആഹാരദ്രവ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഔഷധമായിട്ട് കൂടി പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അത് അസ്ഥിയുടെ ഒരു കാൽഷ്യം കണ്ടൻറ്റിനെയൊക്കെ ക്രമീകരിച്ചിട്ട് അസ്ഥിക്കുള്ള തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേഷൻ വളരെയേറെ കുറയ്ക്കുന്നു. അതും ഈ രോഗത്തിൻ്റെ ചികിത്സാവിധിയിലും പ്രതിരോധത്തിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ശരീരഭാരം അവനവൻ്റെ ഉയരത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കേണ്ടത് ഈ രോഗത്തിൻ്റെ ചികിത്സയിലും ഈ രോഗം വരാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് സാധാരണഗതിയിൽ ഭക്ഷണത്തിലുള്ള ക്രമീകരണവും അതുപോലെ ചിട്ടയായി ചെന്ന വ്യായാമവും തന്നെയാണ് ഏറ്റവും നല്ലത്. ചിട്ടയായ വ്യായാമം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലെവൽ ഗ്രൗണ്ടിൽ കൂടി ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ രാവിലെയും വൈകുന്നേരവും നടക്കുന്നതായിരിക്കും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള വ്യായാമം. അത് പ്രായമായ ആളുകളിലും ഗർഭിണികളിലും കുഞ്ഞുങ്ങളിലും എല്ലാം തന്നെ ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. അപ്പോൾ ആ രീതിയിൽ വ്യായാമത്തെ ക്രമീകരിക്കുക. ഭക്ഷണം കൊണ്ട് മാത്രമേ നമുക്ക് ശരീരത്തിൻ്റെ ഭാരം ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രമേ കുറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ക്രമീകരണം നമ്മൾ കൂടുതൽ
എണ്ണമയുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഇപ്പോൾ ഉഴുന്നുവട പോലുള്ള എണ്ണമയുള്ള പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ശരീരത്തിന് കൂടുതൽ എനർജി കിട്ടുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ധാരാളം പച്ചക്കറികൾ അരിഞ്ഞതും അതുപോലെ തന്നെ ചേന, ചെറുപയർ, ഏത്തക്കായ, മോര് തുടങ്ങിയവ ഉൾപ്പെടുത്തിയുമൊക്കെ ഭക്ഷണത്തെ ക്രമീകരിക്കാം. അപ്പോൾ അത് മനഃശോധനയും സഹായിക്കുന്നതാണ്, ശരീരത്തിൻ്റെ ഭാരത്തെ ലഘൂകരിക്കാനും സഹായിക്കുന്നതാണ്. അതൊരു ഔഷധ രൂപേണയുള്ള പ്രയോജനം കിട്ടുകയും ചെയ്യുന്നു. ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ കടീവസ്തി, കടീപിചു എന്നീ 2 ചികിത്സാ രീതികൾ കൂടി സാധാരണ വൈദ്യന്മാർ ചെയ്യാറുണ്ട്. ഒരാളെ കമന്ന് കിടക്കുന്ന ഒരാളിൽ നട്ടെല്ലിൻ്റെ ഏത് ഭാഗത്താണ് കേടുപാടുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഭാഗത്തിന് ചുറ്റും ഒരു ഉഴുന്ന് മാവ് വെള്ളത്തിൽ കുഴച്ച് കുഴമ്പ് പേസ്റ്റ് പോലാക്കി അല്ല കട്ടിയിൽ ഇങ്ങനെ വരമ്പ് പോലെ ഉണ്ടാക്കി അതിനകത്ത് ഔഷധീകരിച്ച ധാന്യന്ത്രം പോലുള്ള എണ്ണ കുറച്ച് നേരം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇങ്ങനെ എണ്ണ 1 സെൻറ്റിമീറ്റർ ഘനത്തിൽ നിർത്തുന്ന രീതിയാണ് കടീവസ്തി എന്ന് പറയുന്നത്. ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ കടീവസ്തി, കടീപിചു എന്നീ 2 ചികിത്സാ രീതികൾ കൂടി സാധാരണ വൈദ്യന്മാർ ചെയ്യാറുണ്ട്. ഒരാളെ കമന്ന് കിടക്കുന്ന ഒരാളിൽ നട്ടെല്ലിൻ്റെ ഏത് ഭാഗത്താണ് കേടുപാടുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഭാഗത്തിന് ചുറ്റും ഒരു ഉഴുന്ന് മാവ് വെള്ളത്തിൽ കുഴച്ച് കുഴമ്പ് പേസ്റ്റ് പോലാക്കി അല്ല കട്ടിയിൽ ഇങ്ങനെ വരമ്പ് പോലെ ഉണ്ടാക്കി അതിനകത്ത് ഔഷധീകരിച്ച ധാന്യന്ത്രം പോലുള്ള എണ്ണ കുറച്ച് നേരം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇങ്ങനെ എണ്ണ 1 സെൻറ്റിമീറ്റർ ഘനത്തിൽ നിർത്തുന്ന രീതിയാണ് കടീവസ്തി എന്ന് പറയുന്നത്. ഇത് നട്ടെല്ലിനുണ്ടാകുന്ന സ്ട്രക്ചറലായ അല്ലെങ്കിൽ ഘടനാപരമായ കേടുപാടുകൾക്ക് കൂടി നല്ലതാണ് എന്നാണ് പല വിധത്തിലുള്ള പഠനങ്ങൾ വെളിവാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രോഗികളിൽ സാധിക്കാത്ത രോഗികൾ നമ്മൾ തൈലം ആദ്യം നടുഭാഗത്ത് ചൂടാക്കി പുരട്ടിയതിന് ശേഷം പഞ്ഞി കട്ടിയിലെടുത്തിട്ട് ഇതേ തൈലത്തിൽ തന്നെ ചൂടാക്കിയ തൈലത്തിൽ മുക്കി ഈ അസുഖമുള്ള ഭാഗത്ത് വിരിച്ച് വയ്ക്കുന്നു. ഇതിനെ കടീപിചു എന്നാണ് പറയുന്നത്. ഇതും 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ചെയ്യാറുണ്ട്. ഈ 2 ചികിത്സാ രീതികളും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ ഘടനാപരമായ കേടുപാടുകൾ തീർക്കുക മാത്രമല്ല ഈ ഔഷധീകരിച്ച തൈലത്തിൻ്റെ ഗുണം കൊണ്ട് രോഗശമനവും ലഭിക്കുന്നു. അങ്ങനെ പല രീതിയിൽ പ്രയോജനമുള്ളതും എന്നാൽ വളരെയേറെ ചെലവ് കുറഞ്ഞതും അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതുമായ ചില ചികിത്സാ രീതികളാണ്. ഇങ്ങനെ ഈ ചികിത്സാ രീതികളിൽ കൊണ്ടെല്ലാം വളരെ സമ്പുഷ്ടമാണ് ആയുർവേദം. ഈ ആയുർവേദ ചികിത്സ കൊണ്ട് ഈ രോഗത്തിന് പൂർണ്ണമായ ശമനം ലഭിക്കുന്ന മാത്രമല്ല പിന്നീട് രോഗം വരാതിരിക്കാൻ, കാരണം ഞാൻ ആദ്യം പറഞ്ഞു ക്ഷീരവസ്തി തുടങ്ങിയ ചികിത്സകൾ ചെയ്യുമ്പോൾ ഈ രോഗം മാറുന്നതിനേക്കാൾ കൂടുതൽ ഇനി വരാതിരിക്കാനുള്ള ഒരു പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണ് വസ്തി തുടങ്ങിയവ. അപ്പോൾ അതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു സമഗ്രമായ ചികിത്സ ആയുർവേദത്തിനുണ്ട് എന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റില്ല.